പഴുത്ത മാങ്ങ വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മാങ്ങ സീസൺ അല്ലേ, എല്ലാവരുടെ വീട്ടിലും മാങ്ങ ഉണ്ടാവും അല്ലേ. അപ്പോൾ മാങ്ങ വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു പലഹാരം നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ട് 2 പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഇതിൻ്റെ തൊലി ഒന്ന് നീക്കം ചെയ്യാം. ഇപ്പോൾ തൊലിയൊക്കെ നന്നായിട്ട് നീക്കം ചെയ്ത ശേഷം ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നത് പൊടിച്ച് വെക്കാം. ഇനി ഈ ഒരു മിക്സിയിൽ തന്നെ കഴുകുന്നില്ല കേട്ടോ. ഇതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മധുരത്തിന് ആവശ്യമായിട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 4 ഏലക്കായ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുത്ത റവയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന മാങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയിലേക്ക് 1 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഹാൻഡ് ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. ഇനി ഇത് ഒരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. റവയൊക്കെ നന്നായിട്ട് ഈ മാങ്ങയിലെ പൾപ്പിലേക്ക് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനിയൊരു പാത്രം എടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്ത് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് എല്ലാ വശങ്ങളിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനി ഈ സ്പൂണിൽ തന്നെ കുറച്ച് നെയ്യ് തടവിയെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഒന്ന് മെല്ലെ പതുക്കെ ഒന്ന് എല്ലാ വശങ്ങളിലും ആകത്തക്ക രീതിയിൽ ഒന്ന് പരത്തിയെടുക്കാവുന്നതാണ്. ഇനി ഇതൊരു സ്റ്റീമറിലാണ് ആവി കയറ്റിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി ചെമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ പാത്രം അതിലേക്ക് ഇറക്കി വെക്കാം. ഇനി മൂടി വെക്കാം. 1 മിനിറ്റ് മാത്രം മൂടി വെച്ച് ഒന്ന് തുറക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബദാം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് മൂടി വെച്ച് ഒരു 1/4 മണിക്കൂർ നേരം നമുക്ക് ആവി കയറ്റിയെടുക്കാം.
ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ആവിയൊക്കെ നന്നായി പോയതിന് ശേഷം പാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ മുറിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ വെച്ചിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.